ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1890. ഇന്ന് മാർച്ച് മാസം 4-ാം തീയതി, 63-ാമത്തെ ദിവസത്തിലെത്തി. ഞാൻ ആരാണ്? അങ്ങനെയൊന്ന് ആലോചിക്കേണ്ട അവസരം ഒരുപാട് വൈകി. വലിയ നോമ്പിന്റെ ദിനങ്ങളിലാണ്. ആദമേ, നീ എവിടെയെന്ന് ചോദിച്ച ദൈവത്തിന്റെ ശബ്ദം ഞാൻ എൻ്റെ കാതിലൂടെ ദൈവം എന്നോട് ചോദിക്കുന്നതായി അനുഭവിക്കേണ്ട അവസരവും സന്ദർഭവുമൊക്കെയാണ്. നീ എവിടെയാണ്? സ്വയം ചോദിച്ചാൽ ഞാൻ എവിടെയാണ്? പഴയകാല ദുഃഖങ്ങളെയെല്ലാം ഓർത്തെടുത്ത് അവയെ പരിലാളിക്കുന്ന ഒരു ക്രൂര വിനോദത്തിലാണോ ഞാനിപ്പോഴും? അങ്ങനെയാണെങ്കിൽ വർത്തമാനകാലം മെച്ചപ്പെടുത്താനായിട്ട് എനിക്കെന്നല്ല ഒരാൾക്കും സാധിക്കുകയില്ല. അവനവന്റെ പഴയകാല ദുഃഖങ്ങളെ വല്ലാതെ നമ്മളിങ്ങനെ കൂട്ടുപിടിച്ച് ചേർത്ത് പിടിച്ച് ലാളിച്ച് അങ്ങനെയാണോ ജീവിച്ചു പോകുന്നത്? നോമ്പിന്റെ നാളുകൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ നവീകരിക്കേണ്ട അവസരമാണ്. എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് അവനവന്റെ ദുഃഖങ്ങളെ നമ്മൾ ഒരു മാന്യമായ അളവിനപ്പുറത്ത് ലാളിക്കുന്നവരാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത 3-4 അനുഭവങ്ങളൊന്നും പങ്കുവെക്കാവോ? അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ഞാൻ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും തങ്ങളുടെ സങ്കടങ്ങളുടെ കെട്ടുകൾ ഒഴിക്കും. സന്തോഷങ്ങളൊന്നുമില്ലേ മറക്കാനാവാത്ത വിധത്തില്? ഓർമ്മയില് എന്താണ് സൂക്ഷിക്കേണ്ടത്? അതിന് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്. ശരിക്കും ഓർമ്മയെ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഗതികളായിരിക്കണം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്. ചങ്ങലയും കടിഞ്ഞാണും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ചങ്ങലയിൽ കിടന്നാൽ എന്നും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ. കടിഞ്ഞാണുണ്ടെങ്കിൽ നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ തെരഞ്ഞെടുത്ത ചില അനുഭവങ്ങളെ ഓർമ്മയിലെ ചെപ്പിലാക്കിയാണ് ജീവിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. ക്രിസ്തുയേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വലിയ നോമ്പുകാലം നമുക്ക് അതിനു വേണ്ടിയിട്ട് കൂടി ഒന്ന് വിനിയോഗിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.